ഹലോ ഹായ് ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഒരു നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തെടുക്കുക എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചിലവിൽ എളുപ്പത്തിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നെയിൽ എക്സ്റ്റൻഷൻ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഓണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നെയിൽ എക്സ്റ്റൻഷൻ ഡിസൈനും കൂടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒട്ടും തന്നെ വെപ്പിയേണ്ട വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ഫേക്ക് നെയിൽസ് ആണ്. ഫേക്ക് നെയിൽസിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഫാൻസി ഷോപ്പിൽ നിന്നാണ് പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഇൻ കേസ് ഒന്നും അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെയും പിക്ചറും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ രണ്ട് വേരിയൻറ്റിലുള്ള നെയിൽസ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഓവൽ ഷേപ്പിലുള്ളതും മറ്റൊന്ന് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതും. അപ്പോൾ നമ്മൾ ഈ നെയിൽസ് എല്ലാം വാങ്ങിക്കുന്ന സമയത്ത് അത് ഡിഫറെൻറ്റ് സൈസിലൊക്കെ കിട്ടും, ഡിഫറെൻറ്റ് ഷേപ്പിൽ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ നെയിൽസിനും പ്രിഫേർഡ് ആയിട്ടുള്ള രീതി, നമ്മുടെ ഓരോ നെയിൽസും ഡിഫറെൻ്റ് അളവാണ്. അപ്പോൾ അതിന് ചേരുന്ന രീതിയിൽ നെയിൽസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മുടെ റെക്റ്റാങ്കിൾ ഷേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നെയിൽസിൻ്റെ പ്രത്യേകത വന്നിട്ട് നമ്മുടെ ഒറിജിനൽ നെയിൽസിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണ്, നമുക്ക് വെട്ടിയെടുക്കാൻ അതേ രീതിയിൽ പറ്റും. നല്ല കട്ടി കുറഞ്ഞിട്ട്, അത്യാവശ്യം കട്ടി കുറഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് അത് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ വെട്ടിയെടുക്കുന്നത് നമ്മുടെ ആ ഒരു നഖത്തിൻ്റെ താഴ്ഭാഗം വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലല്ലേ, ആ റൗണ്ട് ഷേപ്പിൻ്റെ ആ ഒരു അളവിനാണ് ഇനി വെട്ടിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നീളം കുറയ്ക്കുന്നില്ല, ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ നീളം കുറയ്ക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ല കറക്റ്റിന് ഇങ്ങനെ നമുക്ക് നഖം വെട്ടുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ, ഇങ്ങനെ റൗണ്ട് ഷേപ്പിന് അത് നമ്മുടെ ആ ഒരു നഖത്തിൻ്റെ മെഷർമെൻറ്റിൽ അത് വെട്ടിയെടുക്കാൻ നോക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലോണം വെട്ടി നല്ല ഷേപ്പിന് എടുത്തിട്ടുണ്ട്, എക്സ്ട്രാസ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ആ ഒരു ഗ്രിപ്പ് കൊണ്ടിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അത് കറക്റ്റ് ആ ഒരു നമ്മുടെ നെയിൽസിൻ്റെ അതേ രീതിയിൽ അത് ആ ഒരു ഷേപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെച്ച് നോക്കാം എത്രത്തോളം നമുക്കത് പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ കുറച്ചും കൂടെ നന്നായിട്ട് കണ്ടോ, ആ ഒരു നെയിൽസിൻ്റെ അതേ അളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും വെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വെട്ടിയെടുത്താൽ നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഞാൻ ഓരോ നഖത്തിൻ്റെയും മെഷർമെൻറ്റിൽ ഓരോന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെയിൽസ് ഫുള്ളും കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരുന്നത് ഈ ഫാൻസിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഗ്ലൂ ആയിരുന്നു. പക്ഷെ അത് ഭയങ്കര വേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമ്മുടെ ഈ ഒരു ഒട്ടുന്ന രീതിയിലുള്ള കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള നെയിൽ പോളിഷേഴ്സ് ഉണ്ടാകത്തില്ലേ, അതെടുത്തിട്ട് നമുക്ക് സാധാരണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ലോണം ലോങ് പ്രസ് ചെയ്യുക, ഒരു 1 മിനിറ്റെങ്കിലും അതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഒട്ടുന്ന ഫീല് കിട്ടും. അപ്പോൾ അങ്ങനെ ഫുൾ
ഫുള്ളായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇനി ഇത് എങ്ങനെ നല്ലതായിട്ട് ഒട്ടിയോ എന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതെല്ലാം ഇളകി വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് നല്ല രീതിയിൽ ഒട്ടിയിട്ടുണ്ട്. അങ്ങനെ നെയിൽസ് ഫുള്ളും കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നെയിൽ പോളിഷസ് അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തേക്കുന്ന ഈ ലൈലിൻ്റെ ഈ ഒരു നെയിൽ പോളിഷസ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. പല വേരിയൻറ്റിലും, ന്യൂഡ് ഷെയ്ഡിലും, ഷിമ്മർ ഷെയ്ഡിലും, ഗ്ലിറ്ററി ഷെയ്ഡിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. നല്ല നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ്. നല്ല ഒരു നെയിൽ പോളിഷാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നെയിൽ പോളിഷസ് ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 70 റുപ്പീസ്, 75 റുപ്പീസ് അല്ലെങ്കിൽ 50 റുപ്പീസിന് വരെ അവൈലബിൾ ആണ്. ഗ്ലിറ്ററിനാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു 75 റുപ്പീസ് എന്ന് തോന്നുന്നു. സാധാരണ ന്യൂഡ് ഷേപ്പിനൊക്കെ 50 റുപ്പീസാണ്. ഇനി നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ആ ഒരു സൈഡിലെല്ലാം ആവുന്ന നെയിൽ പോളിഷസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോട്ടൺ ബഡ്സ് എടുക്കുക, അത് റിമൂവറിൽ ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഒന്ന് ആ സൈഡിലുള്ള എക്സ്ട്രാസൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന ഈ ഒരു 3D നെയിൽ സീൽസ് ആണ്. ഒരു സ്റ്റിക്കറാണ് ഇത്. നമ്മുടെ ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പല പല വേരിയൻറ്റിലുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്. ബട്ടർഫ്ലൈസിൻ്റെ, സ്റ്റാർസിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ അപ്പോൾ നമ്മുടെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഫ്ലവർ, ബട്ടർഫ്ലൈസ് അങ്ങനത്തെ ഒരു തീമിലുള്ള സ്റ്റിക്കറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. അതിനകത്തൊന്നും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഫ്ലവറും ബട്ടർഫ്ലൈസും ഒക്കെ ആയിട്ടുള്ള സ്റ്റിക്കറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അതങ്ങനെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും 50 റുപ്പീസേ ഉള്ളൂ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. അത് ഒറിജിനൽ കാണാൻ നല്ല ഒരു, അതിനൊരു ഷിമ്മറി ഷെയ്ഡുണ്ട്, നല്ല കുറച്ചുകൂടെ തിളങ്ങുന്ന ഒരു ഷേപ്പുണ്ട്. ഒറിജിനലി കാണാൻ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇങ്ങനെ 3 ഫ്ലവർ അടുപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ബട്ടർഫ്ലൈസ് വന്നിട്ട് അങ്ങനെ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ഇത് എൻ്റെ ഒരു ടിപ്പ് വന്നിട്ട് നമ്മുടെ ഈ ഒരു ബിന്ദി ഉണ്ടാകത്തില്ലേ, സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ബിന്ദി, അത് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം എവിടെയാണെന്ന് വെച്ചാൽ അത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചും കൂടെ ഒരു എന്താ ഒരു നല്ലൊരു എഫക്റ്റ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ നമ്മുടെ നെയിൽ ഇനാമൽ പോളിഷാണ് അപ്ലൈ ചെയ്യുന്നത്. അത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ്. മാർക്കറ്റിലെല്ലാം ഈസിലി അവൈലബിൾ ആണ്, നമുക്കറിയാം. അതൊരു പോളിഷായിട്ട് വർക്കാവും. നമുക്കൊരു എന്താ പറയുക, കുറച്ചും കൂടെ ഒരു അത് ഫുള്ളും ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി, നമ്മൾ ആ ഒരു സ്റ്റിക്കേഴ്സ് അങ്ങ് ഇളകി പോകത്തൊന്നുമില്ല. അതിന് വേണ്ടി ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ അതൊന്ന് തിളങ്ങി നിൽക്കാൻ ഒരു പോളിഷ് മാതിരി അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെയിൽ എക്സ്റ്റൻഷൻ കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള നെയിൽസിലെല്ലാം അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളത് ഫുൾ ഹാൻഡിൽ ചെയ്തെടുത്തിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നമ്മൾ എങ്ങനെയാണ് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ആ ഒരു ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. ക്യാമറയിൽ എത്രമാത്രം എന്തോന്നാവുന്നില്ല, എത്രമാത്രം എന്തോന്നാകുമെന്ന് അറിയത്തില്ല. ഞാൻ ഒറിജിനലായിട്ട് അത് നോക്കിയപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തിട്ട് വീട്ടിൽ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും. പ്രൊഡക്ട്സിനെല്ലാം കുറഞ്ഞ പ്രൈസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.